ഏവർക്കും തിങ്ക് ടോണിക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ 8th സ്റ്റാൻഡേർഡിലെ ബേസിക് സയൻസിലെ ഫിസിക്സ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. പാർട്ടിലെ ചാപ്റ്റേഴ്സ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇതിൽ ആദ്യത്തെ 3 ചാപ്റ്ററാണ് ഫിസിക്സ്. അടുത്ത 4, 5, 6 കെമിസ്ട്രിയിൽ വരുന്നതാണ്. 7, 8, 9 ബയോളജിയിൽ വരുന്നതാണ്. അപ്പൊ ഫിസിക്സിൽ ആദ്യത്തെ ചാപ്റ്റർ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ചാപ്റ്റർ എന്തോന്നാണ്? മെഷർമെന്റ് ആൻഡ് യൂണിറ്റ്. നോക്കാം, അളവുകളും യൂണിറ്റുകളും. ഇതാ ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. എന്താണ്? ദ എൻജിൻ ഓഫ് ദിസ് കാർ ഈസ് മാനുഫാക്ചർഡ് ഇൻ ജപ്പാൻ ആൻഡ് ദ അതർ പാർട്സ് ഇൻ ഇന്ത്യ. ഈ കാറിന്റെ എൻജിൻ ജപ്പാനിലും മറ്റു ഭാഗങ്ങൾ ഇന്ത്യയിലും നിർമ്മിച്ചതാണ്. ഈ ആൾ പറയുന്നതാണ്. അപ്പോൾ ഹൗ ക്യാൻ വി പെർഫെക്റ്റ്ലി അസംബിൾ ദ പാർട്സ് മാനുഫാക്ചർഡ് ഇൻ ഡിഫറെന്റ് കൺട്രീസ്. പല രാജ്യങ്ങളിൽ നിർമ്മിക്കുന്നവ എങ്ങനെ കൃത്യമായി യോജിപ്പിക്കുവാൻ കഴിയും? ഇല്ലേ? അതൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഇപ്പോൾ ഓരോ പാർട്ട് ഓരോ രാജ്യങ്ങളിൽ നിർമ്മിക്കുമ്പോഴത്തേക്ക് അതെല്ലാം കൂടെ എങ്ങനെയാണ് ഒരുമിച്ച് ചേർന്ന് വരുന്നത്, അതിനെക്കുറിച്ചാണ് മെഷർമെന്റിന് ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അളവുകളും യൂണിറ്റുകളും. Okay. Have you noticed the child question, what is your opinion? കുട്ടിയുടെ സംശയം ശ്രദ്ധിച്ചില്ലേ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എന്താണെന്ന് എഴുതാനാണ്. To solve such problems in our daily life, it is necessary to measure and state the characteristic പ്രോപ്പർട്ടീസ് ഓഫ് ഒബ്ജക്റ്റ് ആൻഡ് ഫിനോമിന. അപ്പോൾ ദൈനംദിന ജീവിതം, നമ്മുടെ നിത്യജീവിതത്തിൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വസ്തുക്കളുടെയും പ്രതിഭാസങ്ങളുടെയും സ്വഭാവ സവിശേഷതകൾ അളന്ന് പ്രസ്താവിക്കേണ്ടതുണ്ട്. ഇത്തരം അളവുകളാണ് ഭൗതിക അളവുകൾ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള മെഷറബിൾ ക്വാണ്ടിറ്റീസിനെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നുണ്ട്. ഒബ്സർവ് ദ ഫോളോയിങ് സിറ്റുവേഷൻ ഇൻ അവർ ലൈഫ്. ഫൈൻഡ് ദ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഇൻ ഈച്ച് ഓഫ് ദം. Record the quantities you identified in the table. അപ്പൊ താഴെ കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. അത് നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ജീവിത സന്ദർഭങ്ങളാണ്. ഓരോ നിലയും ഭൗതിക അളവുകൾ കണ്ടെത്താനാണ്. ഒരു കുഴി അളക്കുന്നത്, പിന്നെ എന്തോന്നാണ് വെജിറ്റബിൾസ് ഫ്രൂട്ട്സിന്റെ ഒക്കെ വെയിറ്റ് നോക്കുന്നത്, സ്റ്റിച്ച് ചെയ്യുന്നത് അതിന്റെ അളവ്, പിന്നെ എന്തോന്നാണ് ഓടുന്നത് എത്ര സമയം കൊണ്ടാണെന്നുള്ളത്, പിന്നെ നമ്മുടെ പ്രഷർ ചെക്ക് ചെയ്യുന്നത്, ടെമ്പറേച്ചർ ഒക്കെ ചെക്ക് ചെയ്യുന്നത്. താഴെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ഇതൊന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഫസ്റ്റ് മെഷറിംഗ് ദ ഡെപ്ത് ഓഫ് എ പിറ്റ്. മെഷറിംഗ് ദ ഡെപ്ത് ഓഫ് എ പിറ്റ് ഫസ്റ്റ് പിക്ചറിൽ എന്താണ്? അതിന്റെ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്താണ്? ലെങ്ത് ആണ് അളക്കുന്നത്, അല്ലേ? കുഴിയുടെ ആഴം അളക്കുന്നത് എങ്ങനെ? ഏത് അളവിലാണ് പറയുന്നത്? നീളം. അടുത്ത മെഷറിംഗ് ദ വെയിറ്റ് ഓഫ് വെജിറ്റബിൾസ്. വെജിറ്റബിൾസിന്റെ വെയിറ്റ് മെഷർ ചെയ്യുന്നത് എന്താണ്? മാസ്. പച്ചക്കറിയുടെ തൂക്കം അളക്കുന്നത് മാസ്. അടുത്ത് ടേക്കിംഗ് മെഷർമെന്റ്സ് ബൈ എ ടൈലർ. തയ്യൽക്കാരൻ അളവെടുക്കുന്നു. അതെന്തോന്നാണ്? നീളം, ലെങ്ത് ആണ്, ഇല്ലേ? അടുത്തെന്താണ്? യൂസിങ് എ സ്റ്റോപ്പ് വാച്ച് ഇൻ എ റേസ്. ഓട്ട മത്സരത്തിൽ സ്റ്റോപ്പ് വാച്ച് പ്രയോജനപ്പെടുത്തുന്നത് അതെന്തോന്നാണ് സൂചിപ്പിക്കുന്നത്? സമയം, ടൈമിനെയാണ് സൂചിപ്പിക്കുന്നത്, അല്ലേ? ക്വാണ്ടിറ്റീസ്, ടൈം. അടുത്തെന്താണ്? മെഷറിംഗ് ബ്ലഡ് പ്രഷർ രക്തസമ്മർദ്ദം അളക്കുന്നത്, അതിന്റെ മർദ്ദം. ക്വാണ്ടിറ്റി ഏതാണ്? ഫിസിക്കൽ ക്വാണ്ടിറ്റി ഏതാണ്? മർദ്ദം. അടുത്തെന്തോന്നാണ്? മെഷറിംഗ് ബോഡി ഹീറ്റ്. ബോഡി ഹീറ്റിന് വേണ്ടിയിട്ട് ശരീരത്തിന് ചൂട് അളക്കുന്നത് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ, അല്ലേ? മനസ്സിലായോ? അപ്പൊ എന്തൊക്കെയാണ്? മെഷറിംഗ് ദ ഡെപ്ത് ഓഫ് എ പിറ്റ്, അതിന്റെ ഫിസിക്കൽ ക്വാണ്ടിറ്റി ലെങ്ത്. മെഷറിംഗ് ദ വെയിറ്റ് ഓഫ് വെജിറ്റബിൾസ്, മാസ്. ടേക്കിംഗ് മെഷർമെന്റ്സ് ബൈ എ ടൈലർ, ലെങ്ത്. യൂസിംഗ് സ്റ്റോപ്പ് വാച്ച് ഇൻ എ റേസ്, ടൈം. മെഷറിംഗ് ബ്ലഡ് പ്രഷർ. മെഷറിംഗ് ബ്ലഡ് ഹീറ്റ്, ടെമ്പറേച്ചർ. ഓക്കെ, ഭൗതിക അളവുകൾ മനസ്സിലായോ? നീളം, മാസ്, സമയം, മർദ്ദം, താപനില, ഇതൊക്കെ. അടുത്ത് നോക്കൂ. ഇൻ ആൾ above situations, physical quantities help solve the practical problems suitably. അപ്പൊ കൊടുത്ത സന്ദർഭങ്ങളിലെല്ലാം ഭൗതിക അളവുകൾ പ്രായോഗിക പ്രശ്നങ്ങളെ കൃത്യമായി പരിഹരിക്കാൻ സഹായിക്കുന്നുണ്ട്.
ഫൈൻഡ് ആൻഡ് റൈറ്റ് മോർ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ദാറ്റ് യു ഫെമിലിയർ വിത്ത്. നിങ്ങൾക്ക് പരിചിതമായ കൂടുതൽ ഭൗതിക അളവുകൾ കണ്ടെത്തി എഴുതാനാണ്. ഞാൻ താഴെ കുറെ തന്നിട്ടുണ്ട്, അത് നോക്കി വെക്കുക. ഏതൊക്കെയാണ്? ലെങ്ത് നീളം, മാസ് ഭാരം, ടൈം സമയം, ടെമ്പറേച്ചർ. നമ്മൾ നേരത്തെ കുറച്ചൊക്കെ പറഞ്ഞായിരുന്നു. ലെങ്ത്, മാസ്, ടൈം, പ്രഷർ, ടെമ്പറേച്ചർ അതൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ലെങ്ത്, മാസ്, ടൈം, ടെമ്പറേച്ചർ, പ്രഷർ, സ്പീഡ്, വോളിയം, ഏരിയ, എനർജി, ഫോഴ്സ്, പവർ, കറണ്ട്, സൗണ്ട് ഇതൊക്കെ എന്തോന്നാണ്? ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ്. ഏതൊക്കെ? നീളം, ഭാരം, സമയം, താപനില, മർദ്ദം, വേഗം, തോത്, വിസ്തീർണം, ഊർജം, ബലം, പവർ, വൈദ്യുത പ്രവാഹം, ശബ്ദനില. ഭൗതിക അളവുകളാണ്. എന്താണ്? ഭൗതിക അളവുകൾ. ഓക്കെ, അടുത്ത നോക്കാം. അപ്പൊ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആൻഡ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. ഇതിൽ അതിനുശേഷം ക്യാൻ ആൾ ദ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ബി മെഷേർഡ് ഡയറക്ട്ലി ഇൻ സിറ്റുവേഷൻസ് വേർ ഡയറക്റ്റ് മെഷർമെന്റ് ഈസ് നോട്ട് പോസിബിൾ ക്യാൻ യു റൈറ്റ് ദം ഇൻ ദ റെഫറൻസ് ഓഫ് അതർ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. എല്ലാ ഭൗതിക അളവുകളും നേരിട്ട് അളന്ന് കണ്ടെത്താൻ കഴിയുമോ? ഇല്ല. നേരിട്ട് അളക്കാൻ കഴിയാത്തവയെ മറ്റ് അളവുകളുമായി ബന്ധപ്പെടുത്തി എഴുതാനാകുമോ? ആകും. അത് എന്തൊക്കെയാണെന്നുള്ളതാണ് അടുത്ത് നമുക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാം. എന്താണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആൻഡ് ഡെറൈവ്ഡ് ക്വാണ്ടിറ്റീസ്? അടിസ്ഥാന അളവുകളും വ്യുൽപ്പന്ന അളവുകളും. ദർ ആർ മെനി ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എമംഗ് ദം. നമ്മൾ കുറെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് പഠിച്ചു. ലെങ്ത്, മാസ്, ടൈം, ഇലക്ട്രിക് കറണ്ട്, ടെമ്പറേച്ചർ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, ലൂമിനസ് ഇന്റൻസിറ്റി ആർ കാൾഡ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. ഇങ്ങനെ ഈ ക്വാണ്ടിറ്റീസിനെ എല്ലാം നമ്മൾ എന്തോന്ന് പറയും? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയും. ക്വാണ്ടിറ്റീസ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ദീസ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. അപ്പൊ ഭൗതിക അളവുകൾ എന്ന് പറയുന്നത് അനവധിയുണ്ട്. ഇവയിൽ നീളം, മാസ്, സമയം, വൈദ്യുത പ്രവാഹ തീവ്രത, താപനില, പദാർത്ഥത്തിന്റെ അളവ്, പ്രകാശ തീവ്രത എന്നിവയെ അടിസ്ഥാന അളവുകൾ എന്ന് അറിയപ്പെടുന്നു. അപ്പൊ അടിസ്ഥാന ഏതൊക്കെ പറയാം? നീളം, മാസ്, സമയം, വൈദ്യുത പ്രവാഹം, തീവ്രത, താപനില, പദാർത്ഥത്തിന്റെ അളവ്, പ്രകാശ തീവ്രത എന്നിവയെ എന്തോന്ന് പറയുന്നു? അടിസ്ഥാന അളവുകൾ എന്ന് പറയുന്നു. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ? ലെങ്ത്, മാസ്, ടൈം, ഇലക്ട്രിക് കറണ്ട്, ടെമ്പറേച്ചർ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, ഇന്റൻസിറ്റി ആർ കാൾഡ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. ഇവയെ പരസ്പരം ബന്ധപ്പെടുത്തി മറ്റ് എല്ലാ അളവുകളെയും പ്രസ്താവിക്കാൻ കഴിയും. അപ്പൊ ഈ അളവുകളെ ബന്ധപ്പെടുത്തി മറ്റുള്ള അളവുകൾ നമുക്ക് പ്രസ്താവിക്കാൻ കഴിയും. ആൾ അതർ ക്വാണ്ടിറ്റീസ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ദീസ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. ഓക്കെ, എങ്കിൽ എന്താണ് അടിസ്ഥാന അളവുകൾ? എന്താണ് അടിസ്ഥാന അളവുകൾ എന്ന് നമുക്ക് നോക്കാം. എന്താണ്? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആർ ദ ക്വാണ്ടിറ്റീസ് ദാറ്റ് എക്സിസ്റ്റ് ഇൻഡിപെൻഡന്റ്ലി ആൻഡ് കനോട്ട് ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് അതർ ക്വാണ്ടിറ്റീസ്. അപ്പൊ എന്താണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്? പരസ്പരം ബന്ധമില്ലാതെ നിലനിൽക്കുന്നതും മറ്റ് അളവുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കാൻ കഴിയാത്തതുമായ അളവുകളാണ് അടിസ്ഥാന അളവുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പരസ്പരം ബന്ധമില്ലാതെ നിലനിൽക്കുന്നതും മറ്റ് അളവുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കാൻ കഴിയാത്തതുമായ അളവുകളാണ് അടിസ്ഥാന അളവുകൾ എന്ന് പറയുന്നത്. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആർ ക്വാണ്ടിറ്റീസ് ദാറ്റ് എക്സിസ്റ്റ് ഇൻഡിപെൻഡന്റ്ലി ആൻഡ് കനോട്ട് ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് അതർ ക്വാണ്ടിറ്റീസ്. ഓക്കെ, ക്ലിയർ ആയ? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആർ ക്വാണ്ടിറ്റീസ് ദാറ്റ് എക്സിസ്റ്റ് ഇൻഡിപെൻഡന്റ്ലി ആൻഡ് കനോട്ട് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് അതർ ക്വാണ്ടിറ്റീസ്. ഓക്കെ, അത് പഠിക്കണേ. അടുത്ത മെൻഷൻഡ് ഇൻ ദ ടേബിൾ നമ്മൾ ആദ്യം പഠിച്ചതിൽ കുറച്ച് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എഴുതിയായിരുന്നു. അത് ഏതൊക്കെയാന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഏതൊക്കെയായിരുന്നു? ലെങ്ത്, ടൈം, മാസ്, പ്രഷർ, ടെമ്പറേച്ചർ. നീളം, സമയം, മർദ്ദം, താപനില, മാസ് ഇവയൊക്കെയാണ് നമ്മൾ നേരത്തെ എഴുതിയിരുന്നത്. ഇനി നോക്കൂ. ഇൻ അവർ ഡെയിലി ലൈഫ് ഡു വി യൂസ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഓൺലി? നിത്യജീവിതത്തിൽ നാം അടിസ്ഥാന അളവുകൾ മാത്രമാണോ ഉപയോഗിക്കുന്നത്? അല്ല, അല്ലേ? ലുക്ക് അറ്റ് ദ പിക്ചർ. വാട്ട് ആർ ദ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഇൻ ദീസ് സിറ്റുവേഷൻസ്? ഇതാ ഇവിടെ തന്നിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെ അടിസ്ഥാന ഭൗതിക അളവുകളാണ് എന്നൊക്കെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റിലത്ത് ഇതാ ചുമരിൽ പെയിന്റ് ചെയ്യുന്നതാണ്. അത് എന്തോന്നാണ്? അത് ഏരിയ. അടിസ്ഥാന അളവ് എന്തോന്നാണ്? ഫിസിക്കൽ ക്വാണ്ടിറ്റി ഏതാണ്? ഏരിയ.
ബാക്കി ഈ കാര്യങ്ങൾ തന്നെ ഇവിടെ തന്നിട്ടുണ്ട്. തന്നെ ടേബിളിലായിട്ട് എഴുതാൻ പറഞ്ഞിട്ടുള്ള സിറ്റുവേഷൻ എന്തോന്നാണ്? ഫോർ പെയിന്റിങ് ദ വാൾ. ഫിസിക്കൽ ക്വാണ്ടിറ്റി ഏതാണ്? ഏരിയ. എന്തൊക്കെയാണ് ഏരിയ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് അല്ലേ? വിഡ്ത്ത് തന്നിട്ടുണ്ട്, ലെങ്ത് നമ്മൾ എഴുതണം. മെഷർമെന്റ് ഓഫ് മെഡിസിൻ ഓർ ലിക്വിഡ്, അതെന്തോന്നാണ്? ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് അതിന്റെ വോളിയമാണ്. വോളിയം എന്ന് പറയുന്നത് സർക്കംഫറൻസ് ഓഫ് ദ മെഷറിംഗ് ജാർ ഇൻറ്റു ഹൈറ്റ്. ഓക്കെ. അപ്പൊ എന്തൊക്കെയാണ്? ചുമരിൽ പെയിന്റ് ചെയ്യുന്നത് എന്തോന്നാണ്? അതിന്റെ പരപ്പളവാണ്. ഭൗതിക അളവ് എന്ന് പറയുന്നത് പരപ്പളവ്. പരപ്പളവ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നീളം ഗുണം വീതി. മരുന്നിന്റെ അല്ലെങ്കിൽ ദ്രാവകത്തിന്റെ അളവ് എന്ന് പറയുന്നത് അതിന്റെ വ്യാപ്തമാണ്. വ്യാപ്തം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അളവ് ജാറിന്റെ ചുറ്റളവിന്റെ അതിന്റെ ഉയരം. ഓക്കെ. വിച്ച് ആർ ദ ക്വാണ്ടിറ്റീസ് യൂസ്ഡ് ഹിയർ ദ ഫൈൻഡ് ഏരിയ ആൻഡ് വോളിയം. വോളിയവും ഏരിയയും ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഏതെല്ലാം അളവുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്? നമ്മൾ ലെങ്ത്, വിഡ്ത്ത്, ഹൈറ്റ്, റേഡിയസ്, അതൊക്കെ ബേസ്, അതൊക്കെ കണക്കാക്കിയാണ് വോളിയവും പിന്നെന്തോന്നാണ് ഏരിയ ഒക്കെ കണ്ടുപിടിക്കുന്നത്. ആൾ ഓഫ് ദം ആർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പൊസിഷൻസ് ആർ ഇൻ ഇത്. ഇവയെല്ലാം രണ്ട് സ്ഥാനങ്ങൾക്കിടയിലുള്ള ദൂരം തന്നെയല്ലേ? അല്ലേ? ആണ്. അതെ, യെസ്. അപ്പോൾ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പൊസിഷൻ റെപ്രസെന്റഡ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈസ് കാൾഡ് ലെങ്ത്. അപ്പൊ ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്? ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പൊസിഷൻസ് റെപ്രസെന്റ്സ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി കാൾഡ് ലെങ്ത്. രണ്ട് സ്ഥാനങ്ങൾക്കിടയിലുള്ള ദൂരം എന്നത് നീളം എന്ന ഭൗതിക അളവിനെ സൂചിപ്പിക്കുന്നു. രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ദൂരം അല്ലെങ്കിൽ രണ്ട് സ്ഥാനങ്ങൾ തമ്മിലുള്ള ദൂരം, അതാണ് എന്തോന്ന് പറയുന്നത്? നീളം എന്ന് പറയുന്നത്. വി ഹാവ് യൂസ്ഡ് ദ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ഓഫ് ലെങ്ത് ടു ഫൈൻഡ് ദ ക്വാണ്ടിറ്റീസ് ഓഫ് ഏരിയ ആൻഡ് വോളിയം. അപ്പൊ പരപ്പളവ്, വ്യാപ്തം എന്നീ അളവുകളെ കണ്ടെത്താൻ നീളം എന്ന അടിസ്ഥാന അളവാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്, അല്ലെ? ഏരിയ കാണാനാണെങ്കിലും വോളിയം കാണാനാണെങ്കിലും നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് അതിന്റെ ലെങ്ത്, നീളമാണ് കണ്ടുപിടിക്കുന്നത്. Such quantities that can be found out using fundamental quantities are called derived quantities. ഇങ്ങനെ അടിസ്ഥാന അളവുകൾ ഉപയോഗിച്ച് കണ്ടെത്താവുന്ന മറ്റ് അളവുകളെ വ്യുൽപ്പന്ന അളവുകൾ എന്ന് പറയുന്നു. അപ്പോൾ എന്താണ് ഡെറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ? Quantities that can be found out using the fundamental quantities are called derived quantities. Now write a definition. ഡെറൈവ്ഡ് ക്വാണ്ടിറ്റീസിന്റെ ഡെഫിനിഷൻ താഴോട്ട് തന്നിട്ടുണ്ട്. മനസ്സിലായ എന്താ പറഞ്ഞതെന്ന്? അപ്പൊ നമ്മളിപ്പോ ഏരിയ കാണാനായാലും വോളിയം കാണാനായാലും എന്തോന്നാണ്? അതിന്റെ ലെങ്ത് ആണ് കണക്കാക്കുന്നത്. ഈ അടിസ്ഥാന അളവുകൾ ഉപയോഗിച്ച് മറ്റുള്ള എന്തോന്നാണ്? ലെങ്ത് ആണ് അതിൽ കണക്കാക്കി വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള അളവുകൾക്കാണ് വ്യുൽപ്പന്ന അളവുകൾ അഥവാ ഡെറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. ഇങ്ങനെ അടിസ്ഥാന അളവുകൾ ഉപയോഗിച്ച് കണ്ടെത്താവുന്ന അളവുകളെ. ഓക്കെ. കുറച്ച് അത് ഡെഫിനിഷൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എന്താണ് ഡെറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ? ക്വാണ്ടിറ്റീസ് ദാറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആർ ഡെറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. അപ്പോൾ വാട്ട് ഈസ് ഡെറൈവ്ഡ് ക്വാണ്ടിറ്റീസ്? അടിസ്ഥാന അളവുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കാൻ കഴിയുന്ന അളവുകളാണ് വ്യുൽപ്പന്ന അളവുകൾ എന്ന് പറയുന്നത്. ക്വാണ്ടിറ്റീസ് ദാറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആർ കാൾഡ് ഡെറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. അടിസ്ഥാന അളവുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കാൻ കഴിയുന്ന അളവുകളെ വ്യുൽപ്പന്ന അളവുകൾ എന്ന് പറയുന്നു. നമുക്കൊരു ഗ്യാസ് സിലിണ്ടർ തന്നിട്ടുണ്ട്. അതിന്റെ മാസ് സിലിണ്ടറിന്റെ പുറത്ത് തന്നെ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എത്ര കിലോഗ്രാം? 14.2 എന്ന്. ഒരു ഗ്യാസ് സിലിണ്ടറിൽ മാസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നോക്കൂ. സിലിണ്ടറിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന മാസ് 14.2 കിലോഗ്രാം. ഇവിടെ മാസ് എന്ന ഭൗതിക അളവിനെ 14.2 എന്ന സംഖ്യാ മൂല്യവും അതായത് കിലോഗ്രാം എന്ന യൂണിറ്റ് ഉപയോഗിച്ചാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഇതൊക്കെ ഇവിടെ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഓഫ് മാസ് ഈസ് ഇൻഡിക്കേറ്റഡ് യൂസിങ് ദ വാല്യൂ ന്യൂമറിക്കൽ വാല്യൂ 14.2
യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം എന്ന്. Similarly, complete the table with the physical quantities shown the picture below along their numerical values and units. അതുപോലെ താഴെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങളിലെ ഭൗതിക അളവുകളുടെ സംഖ്യാമൂല്യവും യൂണിറ്റും എഴുതി നോക്കാനാണ്. ഇതാ തന്നിരിക്കുന്ന കണ്ട 3 പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. അതിൽ ഒന്നാമത്തേത് തന്നിട്ടുണ്ട് എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി, ടെമ്പറേച്ചർ നോക്കുന്നതാണ് അല്ലേ, നമ്മുടെ ചൂടറിയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അതിന്റെ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എന്തോന്നാണ്, ടെമ്പറേച്ചർ ആണ്. അതിന്റെ ന്യൂമറിക്കൽ വാല്യൂ എത്രയാണെന്ന് തന്നിട്ടുണ്ട്, അതിൽ തന്നെ തന്നിട്ടുണ്ട് 37.8 വാല്യൂ 37.8 ആണ്. ടെമ്പറേച്ചറിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് സെൽഷ്യസ് ആണ്. മോഡ് ഓഫ് മാർക്കിംഗ് മെഷം ഇതെങ്ങനെയാണ് എഴുതുന്നത്, 37.8 ഡിഗ്രി സെൽഷ്യസ്. അങ്ങനെയല്ലേ എഴുതുന്നത്, ടെമ്പറേച്ചർ ഡിഗ്രി സെൽഷ്യസിൽ, എത്ര ഡിഗ്രി സെൽഷ്യസിലെന്നാണ് എഴുതുന്നത്. അടുത്ത രണ്ടാമത്തത് ലെങ്ത് നോക്കുന്നതാണ്, പൊക്കം നോക്കുന്നതാണ്. ലെങ്ത് എത്രയാണ്, 165. അതിന്റെ ലെങ്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് സെന്റിമീറ്റർ, മീറ്റർ അതൊക്കെ വരും. ഇത് സെന്റിമീറ്ററിലാണ് കൊടുത്തിരിക്കുന്നത്, 165 സെന്റിമീറ്റർ. ഇങ്ങനെയാണ് എഴുതുന്നത് അല്ലേ. അടുത്ത വോളിയമാണ്. അതെത്ര, 1 ലിറ്റർ എന്ന് തന്നിട്ടുണ്ട്. 1 ലിറ്റർ ഡിനോട്ട് ചെയ്യുന്നത് സ്മാൾ ലെറ്റർ L വെച്ചിട്ട്. യൂണിറ്റ് എന്ന് പറയുന്നത് ലിറ്റർ ആണ്, സ്മാൾ ലെറ്റർ L. മനസ്സിലായ? ഇവിടെ താപനില 37.8 സെൽഷ്യസ് ആണ് യൂണിറ്റ് എന്ന് പറയുന്നത്. അതിനെ ഡിനോട്ട് ചെയ്യുന്നത് 37.8 ഡിഗ്രി സെൽഷ്യസ് എന്നുള്ളത്. അടുത്ത നീളമാണ് 165, അത് സെന്റിമീറ്ററിലാണ്, 165 സെന്റിമീറ്റർ എന്ന്. അടുത്ത വ്യാപ്തമാണ്, അതെന്തോന്നാണ്, 1 ആണ് തന്നിരിക്കുന്നത്, ലിറ്ററിലാണ് എഴുതിയിരിക്കുന്നത്, 1 ലിറ്റർ. ഓക്കെ, 1 L എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ എന്താണ്, എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈസ് എക്സ്പ്രസ്ഡ് ബൈ എ നമ്പർ ഇൻഡിക്കേറ്റിംഗ് ഇറ്റ്സ് വാല്യൂ ഫോളോഡ് ബൈ ഇറ്റ്സ് യൂണിറ്റ്. ഇതിന്ന് എന്താണ് നമ്മൾ മനസ്സിലാക്കിയ, ഭൗതിക അളവ് പ്രസ്താവിക്കാൻ അതിന്റെ മൂല്യം കാണിക്കുന്ന സംഖ്യയും യൂണിറ്റും ചേർത്ത് എഴുതണം. അതിന്റെ സംഖ്യയും യൂണിറ്റും ചേർത്ത് എഴുതുമ്പോഴത്തേക്കാണ് അതിന്റെ ഫിസിക്കൽ ക്വാണ്ടിറ്റി എക്സ്പ്രസ് ചെയ്യുന്നത്, അതിന്റെ ഭൗതിക അളവ് പ്രസ്താവിക്കുന്നത്. അപ്പോൾ ഫിസിക്കൽ ക്വാണ്ടിറ്റി എക്സ്പ്രസ് ചെയ്യാൻ എന്തോന്ന് ചെയ്യണം, നമ്പർ ഇൻഡിക്കേറ്റിംഗ് വാല്യൂ ഫോളോഡ് ബൈ യൂണിറ്റ്. നമ്പറും അതിന്റെ യൂണിറ്റും കൂടെ ചേർത്ത് എഴുതുമ്പോഴത്തേക്കാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി എക്സ്പ്രസ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ ആയോ? അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചായിരുന്നോ ഒന്ന് പെട്ടെന്ന് നോക്കിയിട്ട് വരാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. നമ്മളുടെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഏതൊക്കെയാണെന്ന്, ക്വാണ്ടിറ്റീസ് ആർ ക്വാണ്ടിറ്റീസ് ദാറ്റ് എക്സിസ്റ്റ് ഇൻഡിപെൻഡൻ്റ്ലി ആൻഡ് കനോട്ട് ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് അതർ ക്വാണ്ടിറ്റീസ്. അത് പഠിക്കാനുള്ളതാണ്. പരസ്പരം ബന്ധമില്ലാതെ നിൽക്കുന്നതും മറ്റ് അളവുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കാൻ കഴിയാത്തതുമായ അളവുകളാണ് അടിസ്ഥാന അളവുകൾ എന്ന് പറയുന്നത്. അടിസ്ഥാന അളവുകളിൽ പ്രധാനപ്പെട്ടതാണ് ലെങ്ത്, ടൈം, മാസ്, പ്രഷർ, ടെമ്പറേച്ചർ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അടുത്തെന്തോന്നാണ്, derived quantities എന്ന് പറഞ്ഞാൽ quantities that can be expressed in terms of fundamental quantities are derived quantities. വ്യുൽപ്പന്ന അളവുകൾ എന്ന് പറഞ്ഞാൽ അടിസ്ഥാന അളവുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കാൻ കഴിയുന്ന അളവുകളാണ് വ്യുൽപ്പന്ന അളവുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ കുറച്ച് തന്നിട്ടുണ്ട്, അതിന്റെ യൂണിറ്റും കൂടെ ചേർത്ത് എഴുതണം. അപ്പോൾ എന്താണ്, a physical quantity is expressed by a number indicating its value followed by its unit. ഭൗതിക അളവ് പ്രസ്താവിക്കാൻ അതിന്റെ മൂല്യം കാണിക്കുന്ന സംഖ്യയും യൂണിറ്റും ചേർത്ത് എഴുതണം. ഓക്കെ, ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ബാക്കി മറ്റൊരു വീഡിയോയിലൂടെ കാണാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ പ്രയോജനപ്രദമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.